തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുവിശേഷത്തിൽ പലയിടങ്ങളിലും നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ഈശോ സാപത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു അത്ഭുതം പ്രവർത്തിക്കും, രോഗശാന്തി കൊടുക്കും. അതിൻ്റെ പിന്നാലെ യഹൂദരൊക്കെ കൂടി വഴക്കും ബഹളവും തുടങ്ങും. ഇതൊരു സ്ഥിരം കലാപരിപാടിയാണ്. അവരുടെ തർക്കത്തിൻ്റെ വിഷയം സാപത്തിൽ രോഗശാന്തി കൊടുക്കാമോ ഇല്ലയോ. എന്നാൽ പിന്നെ ഈശോയ്ക്ക് ഇത് തലേ ദിവസമോ പിറ്റേ ദിവസമോ കൊടുത്താൽ പോരെ? എന്തിനാണ് കൃത്യം സാപത്തിലേക്ക് അവൻ കുറച്ച് രോഗശാന്തികൾ കരുതി വയ്ക്കുന്നത്? അതിൻ്റെ കാരണം അറിയണമെങ്കിൽ, സാപത്തിൽ രോഗശാന്തി കൊടുക്കാമോ ഇല്ലയോ എന്നതിൻ്റെ ഉത്തരം അറിയണമെങ്കിൽ ആദ്യം സാപത്ത് ആഘോഷിച്ച ആളിലേക്ക് നമ്മൾ നോക്കണം. ആരാണ് ആദ്യം സാപത്ത് ആഘോഷിച്ച ആൾ? ദൈവം തമ്പുരാൻ. 6 ദിവസത്തെ സൃഷ്ടികർമ്മത്തിന് ശേഷം ചുറ്റോട് ചുറ്റും നോക്കി എല്ലാം നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് 7-ാമത്തെ ദിവസം അവൻ വിശ്രമിച്ചു. ഞാൻ പറയുന്ന ഓരോ വാക്കും ശ്രദ്ധിച്ചോണേ. 6 ദിവസത്തെ അധ്വാനത്തിന് ശേഷം, സൃഷ്ടികർമ്മത്തിന് ശേഷം ചുറ്റും നോക്കി എല്ലാം നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ദൈവം 7-ാം ദിവസം വിശ്രമിച്ചു. ആ ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ചുറ്റും നോക്കിയിട്ട് മനസ്സിലാക്കി എന്ത്? അവൻ പറഞ്ഞു, എല്ലാം അത്ര നല്ലതല്ല, എല്ലാം അത്ര നന്നായിട്ടല്ല ഇരിക്കുന്നത്. അതുകൊണ്ട് 7-ാം ദിവസം എനിക്ക് വിശ്രമിക്കാൻ അവകാശമില്ല. 7-ാം ദിവസം എല്ലാം നന്നാക്കേണ്ട ദിവസമാണ്. പ്രിയമുള്ളവരെ, ഞായറാഴ്ച നമ്മുടെ സാപത്ത് മൂക്കുമുട്ടയെ മട്ടനും ബീഫുമൊക്കെ അടിച്ചിട്ട് വെറുതെ സിനിമയും സീരിയലും കണ്ട് കിടന്നുറങ്ങി തീർക്കേണ്ട ദിവസമല്ല. 6 ദിവസം കൊണ്ട് കേടായി പോയതൊക്കെ നന്നാക്കേണ്ട ദിവസത്തിൻ്റെ പേരാണ് ഞായറാഴ്ച. 6 ദിവസം എൻ്റെ നാവുകൊണ്ട് മുറിച്ചു കളഞ്ഞ ബന്ധങ്ങളെ വീണ്ടും ചേർത്ത് ഒട്ടിക്കേണ്ട ദിവസത്തിൻ്റെ പേരാണ് ഞായറാഴ്ച. കഴിഞ്ഞ 6 ദിവസമായി ദൈവവുമായി എനിക്ക് നഷ്ടപ്പെട്ടു പോയ ബന്ധത്തെ വീണ്ടും കൂട്ടിയിണക്കേണ്ട ദിവസത്തിൻ്റെ പേരാണ് ഞായറാഴ്ച. നമുക്ക് കഴിയട്ടെ വിശ്രമമില്ലാതെ ബന്ധങ്ങളെ കൂട്ടിയിണക്കുന്ന ഞായറാഴ്ച ആചരണത്തിൻ്റെ ഭാഗഭാക്കുകളാകാൻ. ഒടുവിൽ എല്ലാം നന്നായി കണ്ടിട്ട് അന്ത്യയാത്രയ്ക്ക് മുമ്പെങ്കിലും നമുക്ക് പറയണം, എല്ലാം നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ് മിഴിപൂട്ടാൻ നമുക്ക് കഴിയട്ടെ. ദൈവനാമത്തിന് മഹത്വം. ആമേൻ.